ഇപ്പോൾ ഞാനൊരു നല്ല വാക്യം വായിക്കാം. അത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇയ്യോബ് 42-ാം അധ്യായം 10-ാം വാക്യം. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പ് ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഈ വാക്യം എന്താണ് പറയുന്നത്? ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്നേഹിതന്മാർ ഉണ്ടായിരുന്നു, 3 പേരുണ്ടായിരുന്നു. അവർക്ക് ഇയ്യോബ് അവരെ സ്നേഹിച്ചു. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇയ്യോബിന് സകലവും നഷ്ടമായി. ആ കാലത്ത് ഇയ്യോബിന് സകലം നഷ്ടമായപ്പോൾ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ മുൻപുണ്ടായിരുന്നതും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഒടുവിൽ പ്രാർത്ഥിച്ചപ്പോൾ, ഈ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മനസ്സിൻ്റെ കുഴപ്പമുള്ള സ്ഥിതിയായിരുന്നു. മനസ്സിന് ശാന്തിയില്ലാതെ എല്ലാം കൊണ്ട് നഷ്ടപ്പെട്ട് പരിക്കളൊക്കെ വന്ന് ഓടെടുത്ത് എൻ്റെ അകത്ത് ഉരസി എന്തോ ചെയ്യുന്നത്, തൻ്റെ ജീവിതത്തിലെ ക്ലേശങ്ങളും കഷ്ടതകളും അനുഭവിച്ചു. രോഗമാൽ ദുഃഖപ്പെട്ടു. ഒരു മരണത്തിനടിമപ്പെട്ട് വരുന്ന ആ സമയത്താണ് ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ തൻ്റെ ലൈഫിലുള്ള ആ താഴ്ത്തപ്പെട്ട അവസ്ഥ കർത്താവ് വിടുവിച്ചെന്ന് നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വായിക്കാം. ജോബ് ചാപ്റ്റർ 42:10 ആണ് ഞാൻ പറയുന്നത്. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ മലയാളത്തിൽ പറയുകയാണ്. മലയാളം വോയിസ് സ്ലിപ്പാണ് പറയുന്നത്. നമ്മൾ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന കർത്താവ്, ഇരട്ടിയായി എല്ലാം തിരിച്ചു നൽകുന്ന കർത്താവ് ഇരട്ടിയായി കൊടുത്തു. ഇയ്യോബിൻ്റെ മക്കൾ സൗന്ദര്യത്താൽ നിറഞ്ഞെന്നാണ് പറയുന്നുള്ളത്. അതുപോലെ തന്നെ വൈഫ് അവനെ നിന്ദിച്ചു. നീ ചത്തുകളായെന്ന് പറഞ്ഞു. നീ എന്തിനു ദൈവത്തെ വിളിക്കും? ഇയ്യോബ് എന്താണ് പറയുന്നത്? ദൈവം തന്നു, ദൈവത്തിന് സ്തോത്രം കരയണമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അനേക കഷ്ട പ്രയാസങ്ങൾ വരുമ്പോൾ ഈശോപ്പായെ നോക്കി പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം അതിനെല്ലാം സ്ഥിതിക്ക് ഭേദം വരുത്തി. എൻ്റെ ജീവിതത്തിലും ഇയ്യോബിൻ്റെ അവസ്ഥ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ, സകലം നഷ്ടപ്പെട്ടു. വർഷക്കാലമായിട്ട് ഞാൻ പഠനം പഠിച്ചിരുന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടിയില്ല. പ്രയാസങ്ങളാൽ വർഷങ്ങളോളം അലഞ്ഞു ഞാൻ. അന്നേരം ഞാൻ അറിയുന്നത് ഞാൻ ഇയ്യോബിൻ്റെ അവസ്ഥയാണെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. എന്നാലും സ്ഥിതിക്ക് കർത്താവ് ഭേദം വരുത്തി. ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന ഈ കാട്ടിലും കർത്താവ് എന്നെ ദൈവം നടത്തുന്നു, പരിപാലിക്കുന്നു. പരിഹാസം, ദൂഷ്യം എല്ലാത്തിലും യേശു കൂടെ ഇരിക്കുന്നു. കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ കർത്താവ് എന്നെ സഹായിക്കുന്നു. കർത്താവ് നടത്തട്ടെ. ചെറിയ പിള്ളേകളായാലും വലിയവരായാലും ദൈവത്തിൻ്റെ വചനം നമ്മളെ അനുഗ്രഹിക്കും, ആശീർവദിക്കും, കാത്തുകൊള്ളും. ഈ 42-ാം അധ്യായം ഇയ്യോബ് വായിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുൻപുണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. മുൻപുണ്ടായിരുന്ന എല്ലാത്തിനേക്കാട്ടിലും ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അപ്പോൾ ഇത്ര നല്ല ദൈവം ഇരട്ടിയായി തരുന്നു. ഉള്ള സ്ഥിതിയെക്കാട്ടിൽ ഡബിൾ മെഷേഴ്സിൽ കൊടുക്കുന്നു. കർത്താവ് സഹായിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. ആമീൻ.